എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുപരീക്ഷയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കീമിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടത്. അപ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് കീം റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ പുറകോട്ട് പോയി എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്കെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. +2 മാർക്ക് ഒഴിവാക്കുക, അത് +2 മാർക്ക് ഒഴിവാക്കി കീമിൻ്റെ മാർക്ക് മാത്രം വെച്ച് അഡ്മിഷൻ നൽകുക എന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കീം 2025 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ്, ആദ്യമിറക്കിയ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദ് ചെയ്തിരുന്നു. തുടർന്ന് കീമിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ, പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ കേരള സിലബസിൽപ്പെട്ട വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പുറകോട്ട് പോയി, റാങ്കിൻ്റെ നല്ല രീതിയിൽ പുറകിലേക്ക് പോയി എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നാളെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദ്യാർത്ഥികൾ ഹൈക്കോടതി റദ്ദ് ചെയ്തു. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ +2 മാർക്ക് ഒഴിവാക്കി കീമിൻ്റെ മാത്രം മാർക്ക് പരിഗണിക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. +2 മാർക്ക് കീമിൽ ഉൾപ്പെടുത്തരുത്, പകരം എന്ത് ചെയ്യണം, കീം പരീക്ഷയിൽ ലഭിച്ച മാർക്ക് പ്രകാരം അഡ്മിഷൻ നൽകണം എന്നുള്ള ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. എന്തായാലും കേരള സിലബസ് വിദ്യാർത്ഥികൾ കേരള സിലബസ് വിദ്യാർത്ഥികൾ നാളെ സുപ്രീം കോടതിയിൽ സമീപിക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.